ശിവയുടെ കത്തുന്ന കണ്ണുകൾ വൈഭവിനെ നോക്കി. നിങ്ങൾ ഒരിക്കലും മാറില്ല ഡോക്ടറെ, ഒരിക്കലും. തീപാറുന്ന കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞ ശിവ വെട്ടിത്തിരിഞ്ഞു നടന്നു. പോകും വഴി കവിളിൽ കൂടി ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ പുറം കൈയാൽ വാശിയോടെ തോത്തുമാറ്റി അവൾ. വൈഭവിന്റെ ശിരസ് കുനിഞ്ഞു. അമ്മയ്ക്കപ്പുറം ആദ്യമായി അവന്റെ നെഞ്ച് ഒരു പെണ്ണിനു വേണ്ടി നേറി. ഐ ആം സോറി ബേബി, ഞാൻ ചുമ്മാ നിന്റെ ഭാര്യയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. പണിയായോ? നടാഷ പറഞ്ഞുകൊണ്ട് വൈഭവിന്റെ തോളിൽ പിടിക്കാനാഞ്ഞതും. ഗെറ്റ് ദി ഹെൽ ഔട്ട് ഹിയർ. അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ അലറി. ചെക്കൻ്റെ വലിഞ്ഞു മുറുകുന്ന മുഖം കാണെ നതാഷ ഒന്ന് പതറി. അവൻ എത്ര ദേഷ്യത്തിലാണ് എന്നത് അവൾക്കറിയാം. സോ കൂടുതലൊന്നും മിണ്ടാതെ അവൾ നിന്നു. ഹോളിന്റെ പുറകിലായി സ്വിമ്മിംഗ് പൂളിനേക്ക് ആളൊഴിഞ്ഞെടുത്ത് വന്നതും പിടിച്ചു കെട്ടിയ സങ്കടം പൊട്ടിക്കരച്ചിലൂടെ ഒഴുക്കിവിട്ടു ശിവ. ഉള്ളി നേറി എരിയുന്നത് പോലെ അവൾ നെഞ്ചിൽ കൈവച്ചു. തെറ്റ് നിന്റെ തന്നെയാ. വേണ്ടിയിരുന്നില്ല ശിവാമി. അഭിനയമാണെന്നറിഞ്ഞിട്ടും ഓരോ തവണ അയാളിലേക്ക് വഴുതി പോകുന്ന നിന്റെ മനസ്സിനെ നീ വേണമായിരുന്നു പിടിച്ചു നിർത്താൻ. ഇപ്പൊ കണ്ടില്ലേ, കൺമുന്നിൽ കണ്ടില്ലേ നീ? അയാൾ അറിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാടി നീ. അത് മനസ്സിലാകാതെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നേക്കുന്നു. മണ്ടിയാ നീ. താലി കെട്ടിയവനെ ഹൃദയത്തിലേറ്റിയ പമ്പര വിഡ്ഢി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ ദേഷ്യം നിറച്ചവൾ സ്വയം പറഞ്ഞു അലറി. ശിവാമി സേതുമാധവൻ മണ്ടിയാണെന്ന് അങ്ങനെ സ്വയം പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് കുറച്ചു ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? പിന്നിൽ നിന്ന് സിദ്ധുവിന്റെ ശബ്ദം കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് ഞാൻ ചുമ്മാ അവിടെ എല്ലാവരും ആയപ്പോൾ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി. അവൾ കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞൊപ്പിച്ചു. സിദ്ധു കുറച്ച് നടന്ന് അവൾക്കടുത്തേക്ക് ചെന്നു. ശിവ മുഖം കുനിച്ചു. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കേണ്ട താൻ, ഞാനെല്ലാം കേട്ടു. അവൻ പറഞ്ഞതും ശിവ അവനെ ഒന്ന് നോക്കി. ഓ, അപ്പോൾ കണ്ടു കാണുമല്ലോ പ്രിയ സുഹൃത്തിന്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ. അയാൾക്ക് വിഷ് ചെയ്യാൻ ഗേൾഫ്രണ്ട് വന്നത്? ശിവ പുച്ഛത്തോടെ ചോദിച്ചു. സിദ്ധുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. തെറ്റ് എൻ്റെയാ സിദ്ധു ഏട്ടാ. നടക്കില്ല എന്നറിഞ്ഞിട്ട് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. എപ്പോഴൊക്കെയോ എനിക്ക് തോന്നിയിരുന്നു അയാളുടെ ഉള്ളിൽ ഞാനുണ്ടെന്ന്. പക്ഷേ ഹി ജസ്റ്റ് യൂസ് മീ. വൈഫ് വർമ്മയ്ക്ക് അയാൾ ആഗ്രഹിച്ചത് നേടാൻ ഉപയോഗിച്ച വെറും കളിപ്പാവ് മാത്രമായിരുന്നു ഞാനെന്ന് മനസ്സിലായി. സിദ്ധുവേട്ടനെ അറിയുമോ? മുത്തശ്ശൻ ഒരിക്കൽ പറഞ്ഞു എന്നോട്, ഡോക്ടറോട് അന്നത്തെ ആക്സിഡന്റിന്റെ സത്യാവസ്ഥ മുത്തശ്ശൻ തന്നെ പറയാമെന്ന്. അന്ന് അദ്ദേഹത്തെ ഞാൻ തടഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശ. ആരും പറഞ്ഞറിയും മുന്നേ ഡോക്ടർ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പൊട്ടമായ ഒരു വിശ്വാസം. എന്ത് ഭ്രാന്താ ശിവ നീ പറയുന്നേ? സെൻസ് പോയോ നിന്റെ? മണ്ടിയായി പോലും. സ്വന്തം അച്ഛൻ്റെ ജീവൻ നിലനിർത്താൻ ആർക്കും വേണ്ടാത്ത കുറച്ചുപേരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണും തയ്യാറാകാത്ത കാര്യം ചെയ്തവളാ നീ. കൂടെ പിറക്കാത്ത സഹോദരിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവൾ. എല്ലാറ്റിനും വഴി ആർക്കു മുന്നിലും തല കുനിക്കാത്ത വൈഭവ് വർമ്മയ്ക്ക് മുന്നിൽ വിറയ്ക്കാതെ നിന്ന പെണ്ണ്. നീയാണോ മണ്ടി? എന്തിനാ പെണ്ണെ സ്വയം വിമർശിച്ചു നീ നിന്നെ തന്നെ തരം താഴ്ത്തി കെട്ടുന്നേ? ഇവിടെ തെറ്റ് ചെയ്ത് അവനാ, നീയല്ലേ? സിദ്ധു ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറി. ശിവ അവനെ കണ്ണു നിറച്ച് നോക്കി. ഉള്ളിലെ വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം അവൻ്റെ വാക്കുകൾ നൽകുന്നതായി പെണ്ണിന് തോന്നി. എനിക്ക് മതിയായി ഏട്ടാ. കാലം കുറച്ചാൽ ഇയാളെന്ന് എന്നെ മനസ്സിലാക്കും. നാളെ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഓർത്ത് പുറകെ നടക്കുന്നു ഞാൻ. ഇനി വയ്യ. നിർത്തുവാ ഞാൻ ഇവിടെയല്ല. കണ്ണുകൾ തുടച്ച് ശിവ ഭാഷയോടെ പറഞ്ഞു. ഇനിയും വൈഭവിനു പുറകെ താൻ പോകില്ലെന്ന ഉറച്ച തീരുമാനം അവൾ എടുത്തിരുന്നു. മോളെ ശിവ, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അവനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. നീ എന്നല്ല, തൻ്റെ പുരുഷനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് സഹിക്കില്ല. പക്ഷേ ഇപ്പോൾ സംയമനം പാലിക്കണം നീ. റാഷണലായി നിൽക്കുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷനും ശരിയാവില്ല. വിവേകമുള്ള കുട്ടിയല്ലേ നീ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സിദ്ധു അവളുടെ തോളിൽ പിടിച്ച് ചോദിച്ചതും ശിവ ഉവന്ന് തലയാട്ടി. ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ അത് ചിത്തുവിനെയും വലിയേട്ടനെയും ബാധിക്കും. വാഷ്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ. ചെല്ല്, ഞാനിവിടെ നിൽക്കാം. എന്നിട്ട് നമുക്കൊന്നിച്ച് അകത്തോട്ട് കയറാം. ചെറുചിരിയോടെ സിദ്ധു പറഞ്ഞതും ശിവ അവിടെയുള്ള വാഷ്റൂമിലേക്ക് പോയി. അവൾ പോയതും സിദ്ധുവിൻ്റെ മുഖം ഉരുണ്ടു. വൈഭവിനോടും അതിലുപരി നടാഷയോടും വല്ലാത്ത ദേഷ്യം അവനിൽ പടർന്നു. എന്നാൽ ഇതേ സമയം ശിവയെയും സിദ്ധുവിനെയും വീക്ഷിച്ചുകൊണ്ട് മറഞ്ഞു നിന്നവളുടെ മുഖം ഒന്ന് വിടർന്നു. തങ്ങൾ വിചാരിച്ചത് നടപ്പാക്കാൻ നല്ലൊരവസരം കിട്ടിയതുപോലെ അവൻ്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി നിറഞ്ഞു. അപ്പു, ശിവ ഇവിടെ? ടെൻഷനോടെ ചുറ്റും ആരെയോ നോക്കും പോലെ നിന്നിരുന്ന അപ്പുവിനരികെ ചെന്ന് ചൈത്ര ചോദിച്ചു. അപ്പുവുമായി ശിവ പോയിട്ട് കുറേ നേരം കഴിഞ്ഞു. ഹാളിനകത്തേക്ക് അപ്പു ഒറ്റയ്ക്ക് വന്നപ്പോൾ മുതൽ ചിത്തുവിന് ടെൻഷനായി. ചുറ്റും നോക്കിയപ്പോൾ വൈഭവിനെയും കണ്ടില്ല. മുത്തശ്ശിയും വന്നവരുമൊക്കെ ശിവ എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി. അത് ഏട്ടത്തിയമ്മ ഇപ്പോൾ വരും ചിത്തുമ്മേ. പുറത്തുണ്ട് ഏട്ടത്തി, അപ്പു വിക്കലോടെ ശിവയോട് പറഞ്ഞു. നീയല്ലേ മോളെ ശിവയെ കൂട്ടിക്കൊണ്ടുപോയേ? എന്നിട്ട് അവളെ പുറത്ത് നിർത്തിയിട്ട് എന്താ നീ മാത്രം വന്നേ? ആദിയോടെ ചോദിക്കുന്ന ചിത്തുവിന് എന്ത് പറയണമെന്നറിയാതെ അപ്പു കുഴഞ്ഞു. സിദ്ധുവേട്ടനുമായി ഒറ്റയ്ക്കൊരു സെൽഫി എടുക്കാൻ പോയപ്പോഴാണ് ശിവേട്ടത്തിയും കുഞ്ഞേട്ടനും തമ്മിലുള്ള വഴക്ക് കണ്ടേ. അപ്പോൾ എന്നെ അകത്തോട്ട് പറഞ്ഞു വിട്ടിട്ട്
ഏട്ടത്തി അമ്മയ്ക്ക് അരികെ പോയതാണ് സിദ്ധുവേട്ടൻ. അപ്പു ഓർത്തു. മോളെ ചൈത്ര, ശിവമോളെവിടെ? എല്ലാവരും കുട്ടിയെ തിരക്കുന്നുണ്ട്. ലതയ്ക്കും സൗദാമിനിക്കുമൊപ്പം അങ്ങോട്ടേക്ക് എത്തിയ മുത്തശ്ശി അവരോട് ചോദിച്ചു. ചൈത്ര അപ്പുവിനെ നോക്കി. അവൾ ടെൻഷനോടെ മുഖം കുനിച്ചു. എന്തു പറ്റി എല്ലാവർക്കും ഒരു വിഷമം? എന്താ മാണിക്യമംഗലത്തെ മരുമോളെ കാണാനില്ലേ? പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന വിദ്യ പുച്ഛത്തോടെ ചോദിച്ചു. അവർക്കൊപ്പം മീരയും സ്നേഹയും ഉണ്ടായിരുന്നു. ശിവമോളെ കുറച്ചു നേരമായി കാണുന്നില്ല വിദ്യയെ. കുട്ടിയെ നീ കണ്ടോ? കാണുക മാത്രമല്ല, അവളിപ്പോൾ ആരുടെ കൂടെയാണെന്നും എനിക്കറിയാം. ആരുടെ കൂടെയാണെന്നോ? നീ എന്താ വിദ്യ ഈ പറയുന്നേ? മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അമ്മയുടെ ആദർശവാദിയായ മരുമകൾ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനൊപ്പം ആരും അറിയാതെ പുറത്തെ വാഷ്റൂമിലുണ്ട്. അവർ രണ്ടും മാത്രം. പുച്ഛം നിറഞ്ഞ ചിരിയോടെ വിദ്യ പറഞ്ഞതും അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. വലിയൊരു ശബ്ദത്തിനൊപ്പം ഒരു പെണ്ണിന്റെ അലർച്ച കേട്ട സിദ്ധു ശിവ എന്ന് വിളിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ അവൾ കയറിയ വാഷ്റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ഓടിക്കയറി. അപ്പോ എന്താ സിദ്ധുവേട്ടാ? അകത്തെ ബാത്റൂം ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് ശിവ വെപ്രാളത്തോടെ ചോദിച്ചു. നിനക്കെന്താ പറ്റിയേ? എന്തോ ഒരൊച്ച കേട്ടല്ലോ, നീ കരഞ്ഞോ? സിദ്ധു വെപ്രാളത്തോടെ അവളോട് ചോദിച്ചു. ഏയ് ഇല്ല, വലിയൊരു ശബ്ദം ഞാനും കേട്ടു കേട്ടാ. പക്ഷേ ഞാനല്ല ഒച്ച വെച്ച്. ശിവ പറഞ്ഞതും സിദ്ധുവിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്താ ഏട്ടാ? ഞാൻ എന്തേലും ചെയ്യുമെന്ന് പേടിച്ചോ? സിദ്ധുവിന്റെ മുഖത്ത് ടെൻഷൻ കണ്ട് കളിയോടെ ശിവ ചോദിച്ചത്. ഏയ്, ആ പേടി എനിക്കില്ലടി. നീ അത്ര ഭീരുവല്ലെന്ന് എനിക്കറിയാം. നീ വാ, നേരം കുറച്ചായില്ലേ. ആരെങ്കിലും തിരക്കി ഇങ്ങ് വരും മുന്നേ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. സിദ്ധു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവയുമായി പുറത്തേക്ക് നടന്നു. ഡോർ തുറക്കാൻ തുടങ്ങിയതും ഈ ഡോർ ലോക്കാണല്ലോ. ഇത് ആരാ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേ? സിദ്ധു ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചതും ശിവ അവനെ ഞെട്ടി നോക്കി. വിന്ധ്യേ, അനാവശ്യം പറഞ്ഞാൽ മകളാണെന്ന് നോക്കില്ല. അടിച്ചു നിന്റെ ചെപ്പ തെറിപ്പിക്കും ഞാൻ. വൃന്ദയുടെ വാക്കുകളിൽ രോഷം കൊണ്ട മുത്തശ്ശി അവർക്ക് നേരെ ചീറി. അമ്മ എന്നോട് വെറുതെ ചാടിക്കടിക്കാൻ നിൽക്കണ്ട. ഞാനുള്ളതാ പറഞ്ഞ്. ഇല്ലേ, ദേ ഈ മീരയോട് ചോദിച്ചു നോക്ക്. വിദ്യ തന്റെ അടുത്ത് നിൽക്കുന്ന മീരയെ ചൂണ്ടി. അത് പിന്നെ ശിവാമി പുറകിലെ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പയ്യെ പോകുന്നത് ഞാൻ കണ്ടു. കേട്ടല്ലോ? മീര പറഞ്ഞു തീർന്നത് വിദ്യ ആവേശത്തോടെ തട്ടിക്കേറി. ദേ വിദ്യേ, നിനക്ക് ശിവമോളിലുള്ള ചൊരുക്ക് ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ. അതുകൊണ്ട് വെറുതെ ഞങ്ങളുടെ കൊച്ചിനെ മോശം പറഞ്ഞാലുണ്ടല്ലോ. വല്ലാതെ ദേഷ്യം വന്ന ലത വിദ്യയ്ക്ക് നേരെ ചെന്നു. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ, വന്നവരെയൊക്കെ അറിയിക്കാതെ ഇവള് പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് പോയി നോക്കിയാൽ പോരെ? നമുക്ക് പോയി നോക്കാമെന്നേ, വിദ്യയ്ക്കും മീരയ്ക്കും ഒപ്പം നിന്ന് അഞ്ജലി തന്ത്രപരമായി പറഞ്ഞു. വൃന്ദ അടങ്ങുന്നില്ലെന്ന് മനസ്സിലായതും പോയി നോക്കാമെന്ന് മുത്തശ്ശി പറഞ്ഞു. അമ്മ വിശ്വസിച്ചോ അവര് പറയുന്നേ? സൗദാമിനി മുത്തശ്ശിയോട് ആദിയോടെ ചോദിച്ചു. ഒരിക്കലുമില്ല സുധേ. പക്ഷേ ഇപ്പോ എനിക്കവിടെ പോകണം. ആ ഒരുമ്പോട്ടവൾ എന്നാ കണ്ടെന്നു ഞാനൊന്ന് നോക്കട്ടെ. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വൃന്ദയ്ക്കൊപ്പം നടന്നു. കൂടെ ബാക്കിയുള്ളവരും. മോളെ, ചിത്തു നെഞ്ചിൽ കൈവച്ച് അപ്പുവിനെ വിളിച്ചു. ഒന്നും ഉണ്ടാകില്ല, ചിത്തുമ്മ വാ. അപ്പു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൈപിടിച്ച് മുൻപോട്ട് നടന്നു. അപ്പോഴും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. നോക്ക്, ദാ ഇതിനകത്തുണ്ട് രണ്ടുപേരും. വെളിയിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുന്ന വാഷ്റൂമിന്റെ ഡോറിൽ ചൂണ്ടി വിദ്യ പറഞ്ഞു. ഞാനിപ്പോൾ കാണിച്ചു തരാം. ചിരിയോടെ വിദ്യ ലോക്ക് മാറ്റി വാതിൽ തുറന്നതും ആദ്യം കണ്ടത് സിദ്ധുവിനെയാണ്. അവനെ കണ്ടതും മുത്തശ്ശിയും അപ്പുവും ചിത്തുവുമെല്ലാം ഞെട്ടി. നീ എന്താ സിദ്ധു ഇവിടെ? ഇത് ലേഡീസിന്റെ വാഷ്റൂം അല്ലേ? മകനെ കണ്ട് ഞെട്ടിയ ലത ചോദിച്ചതും അവൻ എന്തോ പറയാൻ തുടങ്ങും മുന്നേ സിദ്ധു ഇതിനടുത്ത് എന്തെടുക്കുമായിരുന്നുവെന്ന് അവന്റെ കൂടെ ഉള്ളവളോട് ചോദിക്കും. അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട്. ഇറങ്ങി വാടി വെളിയിൽ. വിദ്യ അകത്തേക്ക് നോക്കി അലറി. മീരയുടെയും അഞ്ജലിയുടെയും കണ്ണുകൾ തിളങ്ങി. ഇതോടെ ശിവാമിയുടെ മാണിക്യമംഗലത്തെ വാസം നിന്നോളുമെന്ന് ഇരുവരും മനസ്സിൽ സന്തോഷിച്ചു. എന്നാൽ അകത്ത് സിദ്ധുവിന് പിറകിൽ നിന്നവളെ കണ്ടതും അവിടെ കൂടി നിന്നവരുടെ എല്ലാം കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇതേതാ ഈ കുട്ടി? മുത്തശ്ശി സംശയിച്ചോടെ ചോദിച്ചതും. ഞാൻ നടാഷ ആൻഡ്രൂസ്. അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. അത് കേട്ടതും മീരയുടെ നെഞ്ചിൽ ഒരു ഇടുത്തി വെട്ടി. കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല അവൾ നടാഷയെ. മീരയുടെ മാത്രമല്ല, വിദ്യയുടെയും മകൾ അഞ്ജലിയുടെയും അവസ്ഥ സമാനമായിരുന്നു. എന്താ മീര ഇതെല്ലാം? താനല്ലേ പറഞ്ഞേ സിദ്ധുവിനെയും ശിവാമയെയും ബാത്റൂമിലിട്ട് പൂട്ടിയെന്ന്? പിന്നെ ഈ പെണ്ണിപ്പോ എവിടുന്ന് വന്നു? അഞ്ജലി മീരയെ പിടിച്ചു പതിയെ അവളോട് ചോദിച്ചത്. സത്യമായിട്ടും ശിവാമയും സിദ്ധുവുമായിരുന്നു അകത്ത്. ഞാൻ നേരിട്ട് കണ്ടതാ. പിന്നെ ഇതിപ്പോ എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി അകത്ത് കാണുമോ? മീര അവളോട് പയ്യെ പറഞ്ഞു. നടാഷ എങ്ങനെ ഇവിടെ? ശിവാമയോടെ പോയി? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവളിലും ഉയരുകയായിരുന്നു അപ്പോൾ. നീ ആരാ? നീ എന്താ ഇവിടെ? ഇതിനകത്ത് എന്തിനാ കയറിയേ? കണ്ണുകൾ മെഴിച്ചുകൊണ്ട് നടാഷയെ നോക്കി വിദ്യ പുലമ്പി ചോദിക്കാൻ തുടങ്ങി. എല്ലാ കാര്യവും ഇങ്ങനെ ഒന്നിച്ചെന്തിനാ ചോദിക്കുന്നത് ആൻറ്റി? ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയാം.
ആദ്യം ഇവിടെ എന്തിനാ വന്നെന്ന് പറയാം. സാധാരണ വാഷ്റൂമിൽ നമ്മൾ എന്തിനാണോ വരുന്ന അതിനെ ഞാനും വന്ന്. പിന്നെ ഇതിനകത്തേക്ക് ഈ വാതിൽ വഴി തന്നെയാ നടന്ന് കയറിയേ. അല്ലാതെ ഭിത്തി തുറന്ന് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. പരിഹാസച്ചിരിയോട് നടാഷ ചോദിച്ചതും വിദ്യ ആകെ വിളറിപ്പോയി. അവർ അടുത്തു നിന്ന മീരയെ നോക്കി. മീര മുഖം കുനിച്ചു കളഞ്ഞു. സിദ്ധ, എന്താ ഇതൊക്കെ? ഈ കുട്ടി എന്താ നിന്റെ കൂടെ ബാത്റൂമിൽ? മുത്തശ്ശി ചോദിച്ചതും സിദ്ധു നടാഷയെ നോക്കി. അവൾ ചിരിയോടെ തന്നെ അവനെ ഒന്ന് പിരികം പൊക്കി കാണിച്ചു. ഞാൻ പുറത്ത് പൂളിന്റെ സൈഡിൽ നിൽക്കുമായിരുന്നു മുത്തശ്ശി. അപ്പോഴാ ഈ ബാത്റൂമിൽ നിന്ന് ഒരലർച്ച കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഇവിടെ വീണ് കിടക്കുമായിരുന്നു. ഞാൻ നടാഷയെ ഹെൽപ്പ് ചെയ്യാൻ അകത്തേക്ക് കയറിയതും ആരോ ഡോർ വെളിയിൽ നിന്നും അടച്ചു. സിദ്ധു പറഞ്ഞുകൊണ്ട് നോക്കിയത് മീരയുടെ മുഖത്തേക്കാണ്. അവന്റെ നോട്ടം കണ്ട മീര പേടിയോടെ വിദ്യയ്ക്ക് പിറകിൽ ഒളിച്ചു. അത്രേയുള്ളൂ. അല്ല, വീണിട്ട് കുട്ടിക്ക് എന്തേലും പറ്റിയോ? നോ മുത്തശ്ശി, ഐ ആം ഓക്കെ. കാലൊന്ന് സ്ലിപ്പായി, അത്രയേ ഉള്ളൂ. മുത്തശ്ശി ചോദിച്ചത് നടാഷ ചിരിയോടെ മറുപടി നൽകി. വിദ്യേ, അടുത്ത നിമിഷം മുത്തശ്ശി കോപത്തോടെ മകളെ വിളിച്ചു. നീ അല്ലേടി പറഞ്ഞ് എൻ്റെ ശിവമോളെ ആർക്കൊപ്പമോ നീ കണ്ടെന്ന്? എന്നിട്ടെവിടെയടി എൻ്റെ മോള്? മുത്തശ്ശി അരിശത്തോടെ ചോദിച്ചു. അതമ്മേ, ഞാൻ കണ്ടതാ ശിവാമിയെ. പിക്കലോടെ വിദ്യ നിന്ന് പതറി പറഞ്ഞതും. എന്നെ എവിടെ കണ്ടുവെന്നാ അപ്പച്ചി പറയുന്നേ? പെട്ടെന്ന് പിറകിൽ നിന്ന് ശിവയുടെ ചോദ്യം അവർക്ക് നേരെ ഉയർന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കിയതും കണ്ടു കൈകൾ രണ്ടും പിണച്ചു കെട്ടി നിൽക്കുന്നവളെ. ശിവയെ കണ്ടതും വിദ്യയും കൂട്ടരും ഞെട്ടി. മുത്തശ്ശിയും ചിത്തുവും അപ്പവുമെല്ലാം വിടർന്ന മുഖത്തോടെ അവളെ നോക്കി. നീയോ? നീ ഇവിടെ പുറത്തെങ്ങനെ? നീ ഈ ബാത്റൂമിനകത്തല്ലേ? ഞാനകത്തോ? അമ്മായിക്ക് ഇത്ര പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച പോയോ? ശിവ പുച്ഛത്തോടെ ചോദിച്ചു. ശിവയുടെ പരിഹാസം വിദ്യയിലും അഞ്ജലിയിലും വല്ലാത്തൊരു കോപം സൃഷ്ടിച്ചു. ബ്ലീ, നീ കൂടുതൽ നിഗളിക്കണ്ട. നീ ഇതിനകത്തില്ലായിരുന്നെങ്കിൽ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? വിദ്യ ദേഷ്യത്തോടെ ചോദിച്ചതും. ഞാൻ വേറെ എവിടെ പോകാനാ? ഞാൻ അകത്ത് എൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ പതറാതെ ശിവ മറുപടി കൊടുത്തു. കള്ളം, പച്ചക്കള്ളം. ഇവൾ അകത്തു വൈഭവ് ഏട്ടനോടൊപ്പം ഒന്നുമല്ലായിരുന്നു. ഏട്ടൻ അനിയേട്ടനുമായി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. കണ്ടവന്മാരുടെ കൂടെയൊക്കെ പോയി അവസാനം പിടിക്കുമെന്നായപ്പോൾ രക്ഷപ്പെടാൻ കള്ളം പറയുക ഇവൾ. അഞ്ജലി പകയോടെ ദേഷ്യത്തിൽ വിഷം തൂവുന്ന പോലെ ശിവയോട് പറഞ്ഞതും അടുത്ത നിമിഷം മുഖമടച്ചു കിട്ടിയ അടിയിൽ നിലത്തേക്ക് വീണുപോയി. ഒറ്റ സെക്കൻഡിൽ ഉണ്ടായതാണ് കൊണ്ട് എന്തോ സംഭവിച്ചെന്ന ഞെട്ടിൽ എല്ലാവരും നോക്കിയതും കണ്ടത് ചുവന്ന പൂച്ചക്കണ്ണുകളുമായി വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന സാക്ഷാൽ വൈഭവ് വർമ്മയാണ്. അവനെ കണ്ടതും വിദ്യ അപ്പച്ചിയുടെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. അടികൊണ്ട് നിലത്ത് വീണ മകളെപ്പോലും നോക്കാൻ കഴിയാതെ അവർ വിറച്ചുപോയി. മീരയും അതെ. മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തെ ദേഷ്യം കാണാൻ അവളുടെ ഉള്ളുവരെ കിടുങ്ങുന്നുണ്ടായിരുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലടി നായെ, എൻ്റെ പെണ്ണിന് നേരെ നിന്റെ ചീഞ്ഞ നാവ് പൊങ്ങരുതെന്ന്. നിലത്ത് വീണ് കിടക്കുന്നവൾക്ക് നേരെ രൗദ്രഭാവത്തിൽ അലറിക്കൊണ്ടവൻ പാഞ്ഞെടുത്തു. വൈഭവിന് പിറകിൽ നിന്ന് അനി പെട്ടെന്ന് അവനെ പിന്നിൽ നിന്ന് പിടിച്ചു. വിടേട്ടാ, കുറച്ചു നാളായി ശിവയോടുള്ള ഇവളുടെ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. ഇന്നതിന് അവസാനമുണ്ടാക്കും ഞാൻ. അനി പിടിച്ചിട്ട് നിൽക്കാതെ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അഞ്ജലിക്ക് നേരെ വീണ്ടും ചെന്നതും. മതിയടാ, നീ അടങ്ങ്. വെറുതെ ആളുകളെ അറിയിക്കേണ്ട ഇവിടുത്തെ കാര്യം. പുറത്തറിഞ്ഞാൽ നമുക്കാ ക്ഷീണം. സോ ലീവ് ഇറ്റ്. അനി സർവ്വശക്തിയും എടുത്ത് വൈഭവിനെ പിടിച്ചു നിർത്തി. ഏട്ടൻ്റെ കയ്യിൽ കിടന്ന് കുതറി അവൻ നോക്കിയത് അവളെയായിരുന്നു. കത്തുന്ന മെഴികളുമായി തന്നിൽ തന്നെ ദൃഷ്ടി വെച്ച് നിൽക്കുന്നവളെ. ഉണ്ണി, ഏട്ടൻ പറഞ്ഞതനുസരിക്ക്. ഇപ്പോൾ ഇത് മതി. ഒച്ചയും ബഹളവും വെച്ച് കുടുംബത്തെ പ്രശ്നം നാട്ടുകാരെ അറിയിക്കണ്ട. മതി ഫംഗ്ഷനൊക്കെ. എല്ലാം മതിയാക്കി എല്ലാവർക്കും പോവാം. വിദ്യയെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉച്ചത്തിൽ വിളിച്ചതും ഞെട്ടലോടെ വിദ്യ അമ്മയെ നോക്കി. ആ നിലത്ത് കിടക്കുന്നവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോ. ബാക്കി അവിടെ ചെന്നിട്ട്. ഇതിലെന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം രണ്ടും പോകാൻ നോക്ക്. മുത്തശ്ശി അലറിയെന്ന് വിദ്യ വേഗം നിലത്ത് കിടന്ന അഞ്ജലിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അഞ്ജലിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ചാടുന്നുണ്ടായിരുന്നു. വിദ്യ അവളെയും താങ്ങി പിടിച്ചു നടന്നു. കുട്ടി ഒന്ന് നിന്നേ. വിദ്യയ്ക്കും അഞ്ജലിക്കും പുറകെ പോകാൻ തുടങ്ങിയ മീരയെ വിളിച്ചു മുത്തശ്ശി. ക്ഷണം സ്വീകരിച്ച് അതിഥിയായി വന്നാൽ അതിൻ്റെ മാന്യതയിൽ നിന്നോണം. അല്ലാതെ ഇനി ഇതുപോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാനായി നിന്നെ കണ്ടുപോകരുത്. മനസ്സിലായോ? താക്കീതുപോലെ മുത്തശ്ശി അവൾക്ക് നേരെ അലറിയതും പേടിയോടെ തലയാട്ടി മീര. എന്നിട്ട് തല താഴ്ത്തി വേഗം നടന്നു മാറി. വാ മക്കളെ, നമുക്ക് വീട്ടിൽ പോകാം. നല്ലൊരു ദിവസമായിട്ട് അതിൻ്റെ സന്തോഷം കളയാൻ ഓരോ അസത്തുക്കൾ വന്നോളും. വിദ്യയോടും മക്കളോടുമുള്ള ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ശിവയ്ക്കും ചിത്തുവിനും നേരെ തിരിഞ്ഞു. അല്ല, അപ്പോൾ ഈ ചേച്ചിയോ? അപ്പു പറഞ്ഞതും എല്ലാവരുടെയും മിഴികൾ നടാഷയ്ക്ക് നേരെ നീണ്ടു. ഞാനും ഇറങ്ങുവാണ്. പുതിയ ദമ്പതിമാരെ കണ്ടൊന്ന് വിഷ് ചെയ്യാൻ വന്നതാ. അതിങ്ങനെയായി. എനിവേ, കൺഗ്രാജുലേഷൻസ് ബോത്ത് കപ്പിൾസ്. സി യു അഗൈൻ. ചിരിയോടെ രണ്ട് ജോഡികളെയും നോക്കി പറഞ്ഞുകൊണ്ട് നടാഷയും അവിടെ നിന്ന് നടന്നകന്നു. നടാഷയെ മുമ്പ് വൈഭവിനൊപ്പം കണ്ട ചിത്തുവിൻ്റെ മുഖം അവളെ നോക്കി കടുത്തു.
അവരെല്ലാം അവിടുന്ന് പോയതും അവിടെ ചെടികൾക്കിടയിൽ മറഞ്ഞ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാർത്തി തൻ്റെ പദ്ധതികളൊക്കെ തെറ്റിപ്പോയ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടി ചവിട്ടിത്തൊഴിച്ചു. ആരോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കും പോലെ. തിരികെ എല്ലാവരും മാണിക്യമംഗലത്തെത്തിയതും പതിവ് പോലെ അവരെ കാത്തു ഉമ്മറത്ത് വാമയുണ്ടായിരുന്നു. മുത്തശ്ശിക്കൊപ്പം കാറിൽ നിന്നിറങ്ങുന്ന ശിവയെയും ചിത്തുവിനെയും കണ്ടതും വാമയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അവൾ കാര്യം തിരക്കിയതും "ഒന്നുമില്ല അമ്മക്കുട്ടിയെ" എന്ന് ചിരിയോടെ അവളെ കണ്ണ് അടച്ചു കാണിച്ചു ശിവ. എങ്കിലും എല്ലാവരുടെയും മുഖത്തെ വാട്ടത്തിൽ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വാമികയ്ക്ക് മനസ്സിലായിരുന്നു. സൗദാമിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പാൽഗ്ലാസുമായി അനിരുദ്ധന്റെ മുറിയിലേക്ക് കയറുമ്പോൾ ചൈത്രയുടെ മനസ്സും ശൂന്യമായിരുന്നു. യാന്ത്രികം പോലെ അകത്തു കയറി വാതിൽ ചാരി കയ്യിലെ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു. മിടിക്കുന്ന നെഞ്ചിടിപ്പോടെ ആ മുറി ഒന്ന് ചുറ്റും നോക്കി. ഉള്ളു ഭയന്നതുപോലെ അവനെ അവിടെ കണ്ടില്ല. കണ്ണുകൾ ഒന്നടച്ച് തുറന്നു. എന്നിട്ട് തുറന്നു കിടക്കുന്ന ജനാലയ്ക്കരികെ നടന്ന് അതിന്റെ അഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. ആ നിൽപ്പ് എത്ര നേരം നിന്നെന്ന് പോലും അവൾ മറന്നു. പെട്ടെന്ന് കാൽപാദത്തിൽ ഒരു നനവ് അറിഞ്ഞപ്പോഴാണ് ഞെട്ടലോടെ നോക്കി. തന്റെ കാൽ ചുവട്ടിൽ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് കരയുന്ന അനിരുദ്ധ്. "എന്തായി കാണിക്കുന്നേ?" പിടഞ്ഞു പോയവൾ കാല് വലിച്ച് പുറകോട്ട് മാറി ചോദിച്ചു. "മാപ്പ് എന്ന വാക്കുകൊണ്ട് തീരില്ല ഞാൻ നിനക്ക് തന്ന വേദന. എങ്കിലും നീറുവാ പെണ്ണെ, ഉള്ളു മുഴുവൻ. നിന്റെ കാലിൽ വീണെങ്കിലും ആ വേദന ഞാനൊന്ന് കുറച്ചോട്ടെ." നിറഞ്ഞൊഴുകുന്ന മിഴികളാലെ അവൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവൻ പറഞ്ഞതും ഉള്ളു നീറി നിന്നവളുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വന്നു. "നിങ്ങളുടെ ഈ കണ്ണീർ കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല അനിസാറേ. നിങ്ങളിപ്പോൾ ഈ കരയുന്നതിലും ഉച്ചത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ വെളുക്കുവോളം. അന്ന് നിങ്ങൾ എൻ്റെ തേങ്ങൽ കേട്ടില്ല. നിങ്ങളുടെ ഉള്ളു നീറുന്നതിലും 100 ഇരട്ടി എൻ്റെ നെഞ്ച് നീറിപ്പൊടിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് എൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇല്ലാതായപ്പോൾ. അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന ഒന്നും നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാപ്പ് എന്നൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും ഒരിക്കലും എല്ലാം മറന്ന് നിങ്ങൾക്കൊപ്പം ഒരു ജീവിതം നയിക്കാൻ ചൈത്ര തയ്യാറാവുകയുമില്ല." ചുവന്നു നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തൂത്തുകൊണ്ട് പറഞ്ഞു ചിത്തു വെട്ടിത്തിരിഞ്ഞുപോയി. ബാത്റൂമിൽ കയറി കതക് ആഞ്ഞടിച്ചു. എന്നിട്ട് ആ കതകിൽ ചാരി വാ പൊത്തി പിടിച്ചു പൊട്ടിക്കരഞ്ഞു, ചങ്കു പറയുന്ന വേദനയിൽ. പുറത്ത് അവനും അതെ. ആ പെണ്ണിൽ നിന്ന് കേട്ട വാക്കുകൾ നെഞ്ചിൽ കൊണ്ട് കീറി മുറിച്ച് അവനും നീറി കരയുകയായിരുന്നു.